നോണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല. ഈ നിസ്കാരം മാത്രം നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതില്ല, ഇസ്ലാമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഖുറാനിലില്ല. നോമ്പ് നോക്കുന്നത് എങ്ങനെയാണെന്നില്ല, ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നില്ല, ഈ ഷഹാദത്ത് കലിമ പോലും എങ്ങനെയാണെന്നില്ല. അപ്പൊ ഇസ്ലാംകാരം ഈമാൻകാരി എന്നൊക്കെ പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഇതിനകത്തില്ല. എന്നാൽ നമ്മൾ പറയാറുണ്ട് ഈ സ്വർഗത്തിൽ ഹൂറികൾ എത്ര ആണെന്ന് വളരെ കൃത്യമായിട്ട് ഖുറാനിലുണ്ട്. ഓക്കെ, അവരുടെ ആകാരം അടിവ് അത് വളരെ കൃത്യമായിട്ട് ഞാനിതിവിടെ പറയുന്നില്ല, അല്ലെങ്കിൽ എന്നെ കുറിച്ച് പരാതി. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വളരെ വിശദമായിട്ട് കൃത്യം പ്രായമടക്കാണ് പറയുന്നത്. പിന്നെ അതുകൂടാതെ 4 പുഴകളെ കുറിച്ച് പറയുന്നു, അതിനകത്ത് കള്ളിന്റെ പുഴ, അതെല്ലാം പറയുന്നത്. പിന്നെ ഉസ്താദുമാരൊക്കെ അതിനെ വിശദീകരിക്കുന്നു. ഈ ഇൻസ്റ്റാഗ്രാമിൽ അല്ല, ഒന്നാമത്തെ കാര്യം ഷഹാദത്ത് കലിമ ഖുർആനിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവാണ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നുള്ള കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവത്തിന്റെ ദൂതനാണെന്നുള്ളതൊക്കെ ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതേപോലെ ഈമാൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒക്കെ ഗ്രന്ഥങ്ങളിലെ വിശ്വാസവും മറ്റു കാര്യങ്ങളും ഈമാൻ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതേപോലെ ഒരുപാട് തെളിവുകളുടെ കാര്യവും അതേപോലെ ചരിത്ര സംഭവങ്ങളും അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളും ഖുർആനിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, ഇനിയിപ്പോ പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ എന്താണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളതാണ്. ഇനി അവിടെ പറയാത്തതുകൊണ്ട് എന്ത് പ്രശ്നമാണ്? ഇപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഐഡിയോളജി. പിന്നെ ഈ പറയുന്ന ഖുർആൻ തന്നെയാണ് പറയുന്നത് നിങ്ങൾ പ്രവാചകനെ പിൻപറ്റണമെന്നും പ്രവാചകനെ അനുസരിക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്കാണ്. ഖുർആനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് സ്വഹീഹായുള്ള ഹദീസുകൾ എന്നുണ്ട്. അങ്ങനെ സ്വഹീഹായുള്ള ഹദീസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആസ് എൻ ഐഡിയോളജി നമ്മളത് എടുക്കും. ഇവന്റെ പ്രശ്നം എന്താണെന്നുള്ളതാണ്. അല്ല, പ്രശ്നം വിവരമില്ലായ്മ അത് വിട്. നമ്മുടെ വിഷയം എന്താന്ന് വെച്ചാൽ ഇത് വാസ്തവവിരുദ്ധം കൂടിയാണ് എന്നുള്ളതാണ്. പിന്നെ പറയുന്നുണ്ട് എന്താണ് ഹൂറിലിങ്ങളുടെ എണ്ണം ഖുർആനിൽ പറയുന്നുണ്ടെന്ന്. ഖുർആനിൽ പറയുന്നില്ല. ഖുറാനിലെന്നല്ല ഹദീസിലും ഹദീസിലും അത് ആക്ച്വലി വൈഫായ ഹദീസ് ആണ് ആ വിഷയത്തിൽ വരുന്നുള്ളത്. സഹിയായ ഹദീസ് വന്നിട്ടില്ല. അപ്പം ഇനിയിപ്പോ അത് സ്വഹീഹ് ആണെന്ന് തന്നെ എടുക്കാം. പിന്നെ 72 എന്ന് പറയുന്നതിനകത്തുള്ള കുറച്ച് ഡിബേറ്റ്സ് ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ 70 പ്രാവശ്യം മാപ്പ് പറയുകയാണ് എന്നുണ്ടെങ്കിലും അത് സ്വീകരിക്കില്ല എന്നുള്ള ഒരു ഖുറാനിക് വചനമുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ 70 പ്രാവശ്യം നിങ്ങൾ മാപ്പ് പറഞ്ഞാൽ സ്വീകരിക്കില്ല, അതിനർത്ഥം 71ാമത് പ്രാവശ്യം മാപ്പ് പറഞ്ഞാൽ സ്വീകരിക്കും എന്നല്ല. മറിച്ച് 70 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേ ഓഫ് നമ്മൾ പറയണ്ട. അതിനൊരു 1000 പ്രാവശ്യം മാപ്പ് പറഞ്ഞാലും നമ്മൾ എടുക്കൂല എന്ന് പറയണ്ടല്ലോ, അതുപോലെയാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അനേകം ഇണകൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് മാത്രം അതിനകത്ത് നിന്ന് കിട്ടും. 70,000 എന്നൊക്കെ ഉള്ളത് അറബി ഭാഷയിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രയോഗമാണ് എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത് ഖുർആനിൽ പറഞ്ഞിട്ടില്ല, അത് കളവാണ്. ഇനി ഹദീസിൽ പറഞ്ഞു എന്നുള്ളത് തന്നെ എന്താണ് ലൈഫായ ഹദീസാണ് വരുന്നത്. ഇനി അത് സഹീഹ് ആണെങ്കിൽ തന്നെ വിഷയം എന്താണ്, അതേ ഹദീസിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമസ്കാരത്തെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിലേക്ക് വരികയാണെങ്കിൽ ഖുർആനിൽ ഹജ്ജിനെ കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്, നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, ഈമാനിനെ കുറിച്ച് പറയുന്നുണ്ട്, നമസ്കാരം ടൈമിനെ കുറിച്ച് പറയുന്നുണ്ട്, അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ഹദീസിലാണുള്ളത്. അതേപോലെ തന്നെ ഈ ഹുർലിന്റെ വിഷയത്തിലും അതിന്റെ നമ്പറിന്റെ ഡീറ്റെയിൽ ഉള്ളത് ഹദീസിലാണ്. അതും ഹദീസ് സഹീഹ് അല്ല, ഹുർലിങ്ങൾ ഉണ്ടെന്ന് മാത്രമാണ് ഖുർആനിൽ പറയുന്നത്. പറയുന്ന ഒരു ആകാരപടിവ് എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട്. പക്ഷെ അത് അറബികൾ അന്നത്തെ ഒരു പ്രയോഗം മാത്രമാണ് എന്നുള്ളത് നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് കാണാൻ പറ്റും. അതായത് പ്രായപൂർത്തിയായി എന്നതുകൊണ്ടാണ് ഇതിന്റെ ഒരു അറബിക് ടേം ആയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പൊതുവെ മലയാളത്തിലൊക്കെ ഭർത്താവ് എന്ന് പറയാറുണ്ട്. ഭർത്താവിന്റെ വേർഡ് മീനിങ് നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഭരിക്കുന്നവൻ എന്നായിരിക്കും അർത്ഥം. പക്ഷെ ആ അർത്ഥത്തിലല്ല. ഇപ്പം ചിലപ്പോൾ ഒരു ഫെമിനിസ്റ്റ് ഭർത്താവ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതല്ല അവർ ഉദ്ദേശിക്കുന്നത്. ആ വേർഡ് അവർ യൂസ് ചെയ്യുന്നു എന്നത് ആ വേർഡിന് കൊളോക്കിലി അങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്നതിന്റെ ബേസിസിലാണ്. എന്ന് മാത്രമല്ല, പിന്നെ ഈ ഹൂറികൾ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ എന്തോ പിന്നെ വലിയ പ്രശ്നമായിട്ട്, അതും എത്തീസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി പറയുന്നതിനകത്ത് നല്ല കോമഡി ഉണ്ട്. കാരണം ഒന്നാമത് ഇപ്പൊ ഞാനൊക്കെ ഈ കേരളീയ നാസ്തികരെ ശ്രദ്ധിച്ചു തുടങ്ങുന്ന തന്നെ ഇവരുടെ ഈ കുറച്ച് ഇത്തരം വളരെ സദാചാര വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടുകളും പ്രക്ഷോഭങ്ങളും ഉണ്ടാകുന്നതിനെ തുടർന്നാണ്. ഇപ്പൊ ഈ ചുംബന സമരം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെയൊക്കെ മറവിൽ ഇവർ നിരന്തരമായി ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇണയിൽ ഒതുങ്ങി നിൽക്കേണ്ട ആളുകളല്ല, ഈ ജീവിതത്തിൽ അങ്ങനെയുള്ള താല്പര്യങ്ങളുണ്ട്. ഇപ്പൊ പൊളിഗമസ് നേച്ചർ എന്ന് പറയുന്ന മനുഷ്യനിൽ, അതായത് സ്ത്രീയിലും പുരുഷനിലും ഉണ്ടെന്നാണ് ഇവർ ആർഗ്യൂ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് അങ്ങനെ പൊളിഗമസ് നേച്ചറുള്ള മനുഷ്യർ ഒരു ഇണയിൽ ഒതുങ്ങി നിൽക്കേണ്ടവരല്ല, പരമാവധി ആസ്വദിക്കാനുള്ളതാണ് എന്ന്. ഈ ഓൺലൈൻ പിൻവാണിപ്പവും അതിന് തുടർന്ന് ഇവര് പിന്നെ അറസ്റ്റിലാകുന്ന സാഹചര്യമൊക്കെ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ അന്നത്തെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയുക, ഈ പറഞ്ഞ അമിതമായിട്ടുള്ള ലൈംഗിക താല്പര്യത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇവരുടെ പൊളിറ്റിക്സ് മുഴുവൻ നടന്നിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള നാസ്തികരെ സംബന്ധിച്ചത് അപ്പോൾ ഇവൻ വേശ്യാവൃത്തിയെ പോലും ന്യായീകരിക്കുന്ന ഈ പറഞ്ഞ സകല സ്വഭാവ വിവാഹം എന്ന് പറയുന്നത് പ്രാകൃതമായിട്ടുള്ള ആചാരമാണ് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും നടന്നിരുന്ന നാസ്തിക സംഘടനകളുടെ ഭാഗമായിട്ടുള്ള ആളുകൾ യുക്തിയും മാർസിയിലൊക്കെ തന്നെ ഉണ്ടല്ലോ സാധ്യത ആണെന്നുള്ള ഓരോ സ്ത്രീയും ഓരോ സാധ്യത
സാധ്യതയാണെന്നാണ് പറയുന്നത്. അതും പരിണാമപരമായിട്ടുള്ള സാധ്യതയാണ്. എന്ന് മാത്രമല്ല ആ ലേഖനത്തിനകത്തൊക്കെ പറയുന്നത് പിന്നെ പുരുഷൻ ഇങ്ങനെയാണ് ഇവോൾവ് ചെയ്തു വന്നിട്ടുള്ളത്. പരമാവധി ഇണകളിലേക്ക് തന്റെ ജനിതക ദ്രവ്യം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പുരുഷൻ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതായത് ഹ്യൂമൻ നേച്ചർ തന്നെ, മനുഷ്യന്റെയും പുരുഷന്റെയും ഒക്കെ നേച്ചർ തന്നെ അങ്ങനെയാണ് എന്ന് പറയുന്ന ആളുകൾക്ക് പിന്നെ ഇതിനകത്ത് എന്താ പ്രശ്നം? എന്ന് മാത്രമല്ല വ്യഭിചാരം എങ്ങനെയാണ്, ഈവൻ വ്യഭിചാരം എന്താണെന്ന് വിചാരിക്കാം, അതും ഈ പറഞ്ഞ ഇവിടെ തന്നെ അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നാസ്തികർക്ക് അധാർമികമാകുന്നത്? അധാർമികമല്ല എന്ന് മാത്രമല്ല, വിവാഹം അപരിഷ്കൃതവും ഈ പറഞ്ഞ അമിത ലൈംഗികത എന്ന് പറയുന്നത് പുരോഗമനത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ ഈ കപട സദാചാര വർത്തമാനം പറയുന്നത് വളരെ നിലവാരമില്ലായ്മ എന്നുള്ളതാണ് ഒരു കാര്യമുള്ളത്. പിന്നെ ആരിഫിനെ പോലുള്ള ആളുകൾ ഇത് പറയുന്നിടത്ത് ഒരുപാട് കോമൺ ഉണ്ട്. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പുരുഷന് പൊളിഗമസ് നേച്ചർ ഉണ്ട് എന്നൊക്കെ ഉള്ള ഈ പരിണാമപരമായിട്ടും ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന ആ ലേഖനത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. അപ്പൊ അത് ഒരു പുരുഷൻ ഉണ്ടാകുന്ന ഒരു നേച്ചറാണ്. പലപ്പോഴും പിന്നെ അങ്ങനെ ഒരു ഫുൾ ഒരു മെസ്കുലിൻ ക്യാരക്ടർ ആരിഫിന് പലപ്പോഴും ഇല്ലാത്തതിന്റെ പ്രശ്നമായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം അതുകൊണ്ടായിരിക്കും ഈ 1ഉം 2ഉം 3ഉം ഭാര്യമാർക്ക് ചവിട്ടി പുറത്താക്കി അതിന്റെ നിരാശയിൽ നിരന്തരമായി ഈ മതവിരോധവും മതവിദ്വേഷവും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ പറഞ്ഞ കുറച്ച് പിന്നെ ബയോളജിക്കൽ പ്രശ്നങ്ങളും കൂടി അദ്ദേഹത്തിനുള്ളത് കൊണ്ടായിരിക്കും. അതുകൊണ്ടുകൂടി ആയിരിക്കും ഇദ്ദേഹത്തിന് ഈ ഹൂറുദ്ദീൻ എന്ന് പറയുന്ന സങ്കല്പങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്നു. 4 പുഴകളെ കുറിച്ച് പറയുന്നു, അതിനകത്ത് കള്ളിന്റെ പുഴ, അതെല്ലാം പറയുന്നത്. പിന്നെ ഉസ്താദ്മാരൊക്കെ അതിന്റെ വിശദീകരണം. അപ്പൊ ഞാൻ പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ വിശ്വാസി എന്ന നിലയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് അനുഷ്ഠാന ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വളരെ തെറ്റായ അല്ലെങ്കിൽ വളരെ ഒരു തരത്തിലുള്ള ഡീറ്റെയിൽസും കൊടുക്കാതെ വെറുതെ പറഞ്ഞു പോയി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പൊ ആരിഫ് അവിടെ എന്തിനാ പറയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കള്ളിന്റെ പുഴ അവിടെ ഉണ്ടാകും എന്നുള്ളത് ഉസ്താദുമാർ വിശദീകരണം പറയുന്നത്. അപ്പം അതെന്തോ മോറലി ഡിഗ്രേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ധാർമ്മികമായ അത്ര ശരിയല്ലാത്ത കാര്യം എന്നുള്ള രൂപത്തിലാണല്ലോ ഇദ്ദേഹം. സ്വാഭാവികമായിട്ടും ഈ മതവിരോധത്തിന്റെ പുറത്ത് മതങ്ങളെ അപമാനിക്കുക അല്ലെങ്കിൽ ഇസ്ലാമിനെ അപമാനിക്കുക എന്നുള്ള സ്വഭാവത്തിലാണ് ഇദ്ദേഹത്തിന്റെ വർത്തമാനങ്ങളും ഈ പരദൂഷണ വർത്തമാനങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അപ്പം ഓക്കെ, ഇസ്ലാമിന്റെ സ്വർഗത്തിൽ ഈ പറഞ്ഞ പോലെ മദ്യം ഉണ്ടാകുന്നു എന്നുള്ളതിനകത്ത് മദ്യം എന്ന് പറയുന്ന ഒരു അധാർമികമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഇമ്മോറൽ ആയിട്ടുള്ള കാര്യമാണ്. 4 പുഴയില് ഒന്നിട്ടാണ് മദ്യം, പറ്റത് പാലോ അതൊക്കെയാണ്. അതൊക്കെ എന്താണ് പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ ആ 4 മദ്യപ്പുഴയാണെന്ന് വിചാരിക്കുക, എന്താ പ്രശ്നം? എത്തീസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താ പ്രശ്നം? ഒരു എത്തീസ്റ്റിന് എന്താണ് അതിൽ പ്രശ്നമുള്ളത്? എത്തീസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അതിൽ മനസ്സിലാക്കാം. ഈ ഉള്ള മദ്യപ്പുഴ എന്ന് പറയുന്ന സംഭവം തന്നെ എന്തല്ല ഇൻടോക്സിക്കേറ്റിംഗ് അല്ല. ഇനി ആണെന്ന് വിചാരിക്കും. എന്താണ് താങ്കളുടെ പ്രശ്നം? ഈ പറഞ്ഞ മതവിരോധത്തിനപ്പുറം പറഞ്ഞ കയ്യടി കിട്ടുമെന്നുള്ളതിനപ്പുറത്തേക്ക്, അതായത് ഇപ്പൊ നമ്മുടെ ഐഡിയോളജിക്ക് അകത്തും അതൊരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ സത്യസന്ധതയുള്ള ഒരാളത് പറയാതിരിക്കുക എന്നുള്ള വിഷയം. അപ്പൊ വ്യഭിചാരം എന്ന് പറയുന്നത് നാസ്തികത്തെ പ്രശ്നമല്ല എന്ന് മാത്രമല്ല, വിവാഹം പോലുള്ള പിന്നീട് മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ള ഈ പ്രാകൃത ആചാരങ്ങൾ അതിന് പുറത്ത് കടക്കുകയും പുരോഗമിക്കുകയും ചെയ്യലാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യഭിചാരം എന്ന് പറയുന്നത്. മെയിൻ സ്ട്രീമിലുള്ള ഇത്തരം നാസ്തിക പ്രൊപ്പഗണ്ട നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെയാണ് മദ്യം മാത്രമല്ല, ഇപ്പൊ ഈ ഇതിനേക്കാൾ കുറച്ചുകൂടെ പുരോഗമിച്ച കഞ്ചാവൊക്കെ ലീഗലൈസേഷത്തിലേക്ക് വരുന്നത്. കഞ്ചാവ് പോലും ലീഗലൈസ് ചെയ്യണം എന്ന് ശക്തിയുക്തം വാദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ഇടവും വലവും ഇരുത്തിയിട്ട് പറയാണ് മദ്യം പുഴ, അതും സ്വർഗത്തിൽ ഉണ്ടല്ലോ എന്നൊക്കെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധിയില്ലായ്മ ഇത്തിരിയൊന്നും പോരാന്നുള്ളതാണ് പറയാനുള്ളത്. ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് അമിതമായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് രണ്ടും ഒരേപോലെ തന്നെയാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അല്ല, എന്ന് മാത്രമല്ല ഇപ്പൊ ഇവൻ പറയുന്നത് ഇങ്ങനെ അഴകുഴമ്പൻ രൂപത്തിൽ പറഞ്ഞു പോയി അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നമ്മൾ വിശ്വാസികൾ തന്നെയല്ലേ ഇത് ഫോളോ ചെയ്യുന്നത്. ഇത് നമ്മളെങ്ങനെ ഇത് ഈ ആരിഫ് പറയേണ്ടിയിരുന്നു, ഇത് എത്ര വചനങ്ങൾ ഇതുണ്ട്, എത്ര വചനങ്ങൾ നമസ്കാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ നമസ്കാരത്തിന്റെ സമയം പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞു എത്ര വചനങ്ങൾ ഇത് പറയുന്നുണ്ട്. എന്നിട്ട് പറയാൻ ഓക്കെ ലൈക്സ് ഒരു 80% വചനങ്ങൾ ഇതാണ് പറയുന്നത്, 20% വചനങ്ങൾ മാത്രം, അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇതങ്ങനെയല്ല, രണ്ടും ഒരേ രീതിയിലാണ് പറഞ്ഞു പറ്റുള്ളത്. ഇവൻ അതേ കണ്ടുള്ളൂ, ഇവൻ അതേ കാണുന്നുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. മാത്രമല്ല ഇപ്പം ഖുർആനില് വിവാഹത്തെക്കുറിച്ച്, വിവാഹത്തിന്റെ നിയമങ്ങളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ തലാഖിനെ കുറിച്ചും തലാഖിന്റെ നിയമങ്ങളെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതിനർത്ഥം ഇസ്ലാം തലാഖിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നല്ലല്ലോ, വിവാഹത്തിന് പ്രാധാന്യം നൽകുന്നില്ല എന്നുമല്ല. അപ്പം എന്താണ് മതനിഷേധിയെ നീ കണ്ടോ എന്ന് ചോദിച്ചിട്ട് പിന്നെ പറയുന്നത് എന്താണ്? അനാഥകളെ ആട്ടിയകറ്റുന്നവനാണ് മതനിഷേധി എന്ന് പറയുന്നുണ്ട്. ഇതിനർത്ഥം ഇപ്പം ഇങ്ങനെ പറയുന്നു എന്നതുകൊണ്ട് ഇപ്പം നമസ്കാരത്തിന് ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണോ? അനാഥകളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനർത്ഥം വേറൊന്നും പറഞ്ഞിട്ടില്ല എന്നാണോ? അല്ല, സ്വാഭാവികമായി ആർക്കും ഏത് 1-2 വചനം എടുക്കാം, എന്നിട്ട് പറയാം ഇത് പറയുന്നുണ്ട് മറ്റേത് പറയുന്നില്ല എന്നുള്ളത്. മറ്റേത് പറയുന്നില്ല എന്ന് പറയണമെങ്കിൽ ഖുർആൻ വായിച്ചു നോക്കണം. അത് വിക്കി ഇസ്ലാമിൽ ചിലപ്പോൾ മറ്റു വചനങ്ങളൊന്നും കാണൂല, അത് നമ്മുടെ പ്രശ്നമല്ല. മാത്രമല്ല ഈ ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ തന്നെ നമ്മൾ പ്രവാചകന്റെ ഫോളോ ചെയ്തിട്ട് അതേ രീതിയിൽ തന്നെ അന്ന് തൊട്ട് തുടങ്ങി ഇന്നും അതേമാതിരി തന്നെ ഫോളോ ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അതെ, ഇപ്പൊ ഇദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടായത് ഇപ്പൊ വുളു എടുക്കുന്നതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പം നമസ്കാരത്തിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയുന്നില്ല.
അതിനർത്ഥം വുദു എടുക്കുന്നതാണ് കൂടുതൽ പ്രാധാന്യം എന്ന് ഇവരെല്ലാവരും മനസ്സിലാക്കില്ല. മാത്രമല്ല ഇത് ആചാരാനുഷ്ഠാനങ്ങളാണ്. ആചാരാനുഷ്ഠാനങ്ങളാകുമ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പറയേണ്ടി വരും. കാരണം കൈ കെട്ടുന്നതിനെ കുറിച്ച് പറയണം, എന്നിട്ട് ഫാത്തി ഓതുന്നതിനെ കുറിച്ച് പറയണം, എന്നിട്ട് അല്ലാഹു അക്ബറിനെ കുറിച്ച് പറയണം. അത് വളരെ ഡീറ്റെയിൽഡ് ആയിരിക്കും. സ്വാഭാവികമായും ഖുർആന്റെ ഒരു കണ്ടൻസ്ഡ് നേച്ചറിന് അത് യോജിക്കുന്നില്ല എന്നുള്ളതാണ്. ഖുർആന്റെ തെളിവുകൾ പറയുന്നുണ്ട്, ഇസ്ലാം എന്തുകൊണ്ട് ശരിയാവുന്നു എന്നതിന്റെ തെളിവുകൾ പറയുന്നുണ്ട്, വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമസ്കരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്, വധുവിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, എല്ലാ കാര്യവും പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇത് ഒരു പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യമായിട്ട് ഇത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ മുപ്പരുടെ കണ്ണിൽ ഇത് മാത്രമേ പെട്ടുള്ളൂ എന്നുള്ളതാണ്. മനബത്തം പിടിച്ചതിന്റെ പ്രശ്നമാണ് എന്ന് മാത്രം വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൂ എന്നുള്ളതാണ്. നോണയൊക്കെ നമ്മൾ ഇനി ചറ പറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല.